ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 2ാമത്തെ സെഷനാണ്. ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലനം, പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലെയിൻ അല്ല. പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർഫസ് അല്ലെങ്കിൽ ഒരു ഉപരിതലം എന്ന മീനിങ്ങേ ഉള്ളൂ. അപ്പോൾ ഒരു ഉപരിതലത്തിൽ ഉണ്ടാകുന്ന ചലനം, അതിനെക്കുറിച്ചായിരിക്കും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ വെക്ടേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കണം എന്ന് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ വെക്ടേഴ്സിൻ്റെ ബേസിക്സ് എന്താണെന്നും വെക്ടേഴ്സ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോം ആൻഡ് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോം, അങ്ങനെ രണ്ട് ഫോമിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നും പിന്നെ വെക്ടേഴ്സിന് മോഡുലസ് എങ്ങനെ എടുക്കാം, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ലൈക്ക് മോഡുലസ് എങ്ങനെ എടുക്കാം, നെഗറ്റീവ് എങ്ങനെ എടുക്കാം, രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആവുന്ന എപ്പോഴാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ സെഷൻ കാണാത്തവർ ദയവേത് ആ സെഷൻ ഒന്ന് കണ്ടിട്ട് വരിക. ഇത് കാണണമെന്ന് നിർബന്ധമില്ല, പക്ഷേ കുറച്ചുകൂടെ ഒരു ഫ്ലോയിന് എളുപ്പത്തിന് വേണ്ടി അത് കണ്ടിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അത് ഇവിടെ കാർഡ്സിൽ ഉണ്ടാവുന്നതായിരിക്കും, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അവയുടെ ലിങ്ക്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഈ വെക്ടർ ആൾജീബ്ര കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ റിക്വസ്റ്റ് ചെയ്തുകൊള്ളട്ടെ, ഫിസിക്സ് പഠിക്കുമ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായും ഇഷ്ടത്തോടെയും നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് പഠിക്കാൻ പറ്റും. ആൻഡ് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അയ്യോ പഠിക്കണമല്ലോ എന്നൊരു ബേർഡനോടെ ആയിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ എളുപ്പമായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കാം. പക്ഷെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ദയവേത് അത് കമൻസിൽ എഴുതുക. ഞാൻ നിങ്ങളുടെ കമൻസ് വായിച്ച് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അതേപോലെ നോട്ട്സ് വേണമെന്നുള്ളവർ എൻ്റെ കൂടെ വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട്സ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എഴുതിയെടുത്തോളാം. ഞാൻ എപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കണമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ എഴുതിയെടുത്തോളാം. അതാണ് ബെസ്റ്റ് മെത്തേഡ് നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. വെക്ടർ ആൾജീബ്ര കണ്ടിന്യൂ ചെയ്യാൻ പോവാണ് നമ്മൾ. ആദ്യം കുറച്ച് ക്ലാസിഫിക്കേഷൻസ്, നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ കുറച്ച് ടെർമിനോളജീസ് കൂടെ നമുക്ക് പഠിക്കാം. എങ്ങനെയായിരിക്കും കുറേ വെക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവയെ ക്ലാസിഫൈ ചെയ്യാൻ പോവുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം കോ ഇനിഷ്യൽ വെക്ടേഴ്സ് എന്താണ് എന്ന് നോക്കാം. ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെ എന്നുള്ള മീനിങ് ആണ്. ഇനിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം. അപ്പോൾ ഒരേപോലെ തുടക്കമുള്ള വെക്ടേഴ്സ്. അപ്പോൾ വെക്ടേഴ്സ് ഹൂസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആർ ദ സെയിം ആർ കോൾഡ് കോ ഇനിഷ്യൽ വെക്ടേഴ്സ്. ഏത് വെക്ടേഴ്സിൻ്റെ എല്ലാം സ്റ്റാർട്ടിംഗ് പോയിന്റ് സെയിം ആവുന്നു അവയെല്ലാം നമ്മൾ കോ ഇനിഷ്യൽ വെക്ടേഴ്സ് എന്ന് പറയും. ഇവിടെ ഫോർ എക്സാമ്പിൾ നോക്കുക, ഇത് പോയിന്റ് ഒ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഒയിൽ നിന്നും ഞാൻ 3 വെക്ടേഴ്സ് വരച്ചു വെക്കുകയാണ്. എ എന്ന് പറഞ്ഞ വെക്ടർ, ബി എന്ന് പറഞ്ഞ വെക്ടർ, സി എന്ന് പറഞ്ഞ വെക്ടർ. മൂന്നും തുടങ്ങുന്നത് ഒയിൽ നിന്നായതുകൊണ്ട് ആ മൂന്നിനെയും എനിക്ക് കോ ഇനിഷ്യൽ വെക്ടേഴ്സ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഹിയർ എ ബി സി ആർ കോ ഇനിഷ്യൽ. ഇനി രണ്ടാമത് കോ ലീനിയർ വെക്ടേഴ്സ്. ഒരിക്കൽ കൂടി, ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ, കോളീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരുന്നു, ഒരേ സ്ട്രെയിറ്റ് ലൈനിൽ കിടക്കുന്ന വെക്ടേഴ്സോ അല്ലെങ്കിൽ പാരലൽ ആയി കിടക്കുന്ന വെക്ടേഴ്സോ, അതിനെല്ലാം നമ്മൾ കോളീനിയർ വെക്ടേഴ്സ് എന്ന് പറയും. വെക്ടേഴ്സ് അലോങ് പാരലൽ ലൈൻസ് ആർ കോൾഡ് കോളീനിയർ വെക്ടേഴ്സ്. ഇവിടെ ഫോർ എക്സാമ്പിൾ നോക്കാം, 3 കേസ് നമുക്ക് നോക്കാം. ആദ്യം ഒരേ ലൈനിൽ കിടക്കുന്നു. ഇപ്പോൾ ഈ ഒരു കേസിൽ പറയുവാണെങ്കിൽ ഈ ഒരു ലൈനിലാണ് എനിക്ക് എയും ബിയും കിടക്കുന്നത്. അപ്പോൾ ഒരേ ലൈനിൽ കിടക്കുന്ന 2 വെക്ടേഴ്സ്, അവ കോളീനിയർ ആണ്. ഈ രണ്ടാമത്തെ കേസ് നോക്കാം. ഇവിടെ എയും ബിയും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലും രണ്ടും പാരലൽ ലൈനാണ്. ഇതിന്റെ പാരലാണ് ഇത്. മൂന്നാമത്തെ കേസ് എയും ബിയും സെയിം ഡയറക്ഷൻ തന്നെയാണ്, പക്ഷെ പാരലൽ ലൈനാണ്. എനിവേ പാരലാണ്. അപ്പോൾ 3 കേസിലും ഇവ 3ഉം കോളീനിയർ ആണ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇനി മൂന്നാമത്തെ കോ പ്ലേനാർ വെക്ടേഴ്സ്. കോ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടെ ഒരേപോലെ, പ്ലേനാർ എന്ന് പറഞ്ഞാൽ ഒരേ പ്ലെയിനിൽ വരുന്ന വെക്ടേഴ്സിനെ എല്ലാം എനിക്ക് കോ പ്ലേനാർ വെക്ടേഴ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ വരച്ചിരിക്കുന്ന എല്ലാം കോ പ്ലെയിനാർ ആണ്. ഞാൻ ഇവിടെ ഒരു പുതിയ വെക്ടർ വരച്ചു കഴിഞ്ഞാൽ അതും കോ പ്ലെയിനാർ ആണ്. കാരണം അതെല്ലാം കിടക്കുന്നത് ഈ സർഫസിൽ തന്നെയാണ്, ഈ ബോർഡിന്റെ സർഫസിൽ തന്നെയാണ്. അപ്പോൾ ഒരേ സർഫസിൽ വരുന്ന ഒരേ ഉപരിതലത്തിൽ വരുന്ന എല്ലാ വെക്ടേഴ്സിനെയും എനിക്ക് കോ പ്ലെയിനാർ വെക്ടേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഇനി കണ്ടിന്യൂ ചെയ്യാം. എപ്പോഴും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾ മിക്കവാറും 5 മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആയിരിക്കും സ്ഥിരം പറയുന്നത്. ഓക്കെ, ആദ്യം അഡിഷൻ, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം. അഡിഷൻ, സബ്ട്രാക്ഷൻ. അഡിഷൻ പറയുമ്പോൾ തന്നെ സബ്ട്രാക്ഷൻ വരും, കൂട്ടുക, കുറയ്ക്കാം. ഓക്കെ, ദെൻ മൾട്ടിപ്ലിക്കേഷൻ, ഗുണിക്കുക. ഓക്കെ, ഡിവിഷൻ, ഹരിക്കുക എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, ആൻഡ് പവർ, റൈസ് ചെയ്യുക. ഓക്കെ, ഈ 5 കാര്യങ്ങളായിരിക്കും നമ്മൾ സ്ഥിരം പറയുന്നത്. വെക്ടേഴ്സിന്റെ കേസിൽ വരുമ്പോൾ നമ്മൾ ഇതിൽ 4 കാര്യമായിരിക്കും പറയുന്നത്. നിങ്ങളുടെ സിലബസിൽ പവർ നിങ്ങൾക്കില്ല, ബാക്കി 4 കാര്യങ്ങളും നമുക്ക് പറയുന്നതായിരിക്കും. അപ്പോൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ആദ്യം വെക്ടേഴ്സ് വിത്ത് റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ വെക്ടേഴ്സ് വിത്ത് സ്കേലാർസ് എന്ന് വേണമെങ്കിലും പറയാം. ഒരു സ്കേലാറും ഒരു വെക്ടറും കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ്, ഒരു വെക്ടർ എൻ്റെ കയ്യിലുണ്ട്, എ വെക്ടർ ആണെന്ന് വിചാരിക്കും. ഈ പേനയുടെ ഡയറക്ഷനിൽ ഇരിക്കുന്ന ഒരു എ വെക്ടർ ഉണ്ട്. അതിൻ്റെ കൂടെ എനിക്കൊരു സ്കേലർ ആഡ് ചെയ്യണം. 10 എന്ന് പറഞ്ഞ ഒരു നമ്പർ അല്ലെങ്കിൽ 20 എന്ന് പറഞ്ഞ ഒരു നമ്പർ അത് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതെങ്ങനെ ചെയ്യാം? ഇങ്ങനെയുള്ള കേസസ് ആയിരിക്കും നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അഡിഷൻ. റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ സ്കേലാർസ് ആൻഡ് വെക്ടേഴ്സ് cannot be added. ഒരു സ്കേലറും ഒരു വെക്ടറും തന്നിട്ട് നിങ്ങളെ ആഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും പറ്റത്തില്ല. ഫിസിക്കലിയും പറ്റത്തില്ല, നിങ്ങൾ തിയററ്റിക്കലി എഴുതി കണ്ടുപിടിക്കുകയാണെങ്കിലും അങ്ങനെ ഒരു ഓപ്പറേഷൻ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് പോയി.
ഇനി അഡീഷൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ സബ്ട്രാക്ഷൻ. റിയൽ നമ്പേഴ്സ് ആൻഡ് വെക്ടേഴ്സ് cannot be subtracted, അല്ലെങ്കിൽ സ്കേലേഴ്സ് ആൻഡ് വെക്ടേഴ്സ് cannot be subtracted. റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ സ്കേലർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അഡീഷൻ പറ്റത്തില്ല, സബ്ട്രാക്ഷനും പറ്റത്തില്ല. ഇനി മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. ഇഫ് എ വെക്ടർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ എ റിയൽ നമ്പർ n, എ എന്ന് പറഞ്ഞൊരു വെക്ടർ ഉണ്ട്. ആ എ വെക്ടറിനെ ഒരു റിയൽ നമ്പർ ആയ n കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് n ഇൻറ്റു എ, n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കാർട്ടീഷ്യൻ ഫോമിൽ ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ പോവാണ് വെക്ടറിനെ. ലെറ്റ്സ് സേ എ വെക്ടർ ആദ്യം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന എ വെക്ടർ ആണെന്ന് വിചാരിക്കാം. xi പ്ലസ് yj പ്ലസ് zk ആണെന്ന് വിചാരിക്കാം. ഈ എ വെക്ടറിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും കിട്ടുന്നത് n ഇൻറ്റു xi പ്ലസ് n ഇൻറ്റു yj പ്ലസ് n ഇൻറ്റു zk ആയിരിക്കും. വൺസ് നമ്മൾ ഒരു റിയൽ നമ്പർ കൊണ്ട് ആ വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വെക്ടറിൻ്റെ ഓരോ കോർഡിനേറ്റിലുള്ള ആ മാഗ്നിറ്റ്യൂഡും n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ ലെറ്റ്സ് സേ 4i പ്ലസ് 5j എന്നതിനെ എനിക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, 4 ഇൻറ്റു ആദ്യം ഐയിലുള്ളതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 4 ഇൻറ്റു 5 20i പ്ലസ് 5 ഇൻറ്റു 5j 25j. ആസ് സിമ്പിൾ ആസ് ദാറ്റ് എനിക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോമിലാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഫോമിലാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആംഗിൾ ഫോമിലാണെങ്കിൽ എങ്ങനെ കിട്ടും? ശ്രദ്ധിക്കുക, ഞാൻ പറയുവാണ് ഒരു വെക്ടറിന്, ഇതൊരു വെക്ടറിന് ഞാൻ പറഞ്ഞു, ഈ വെക്ടറിന്റെ ലെങ്ത് ഞാൻ പറയുവാണ് ലെറ്റ്സ് സേ 10 മീറ്റർ, ഒരു ഡിസ്പ്ലേസ്മെന്റ് വെക്ടറാണ് 10 മീറ്റർ ആൻഡ് ഇതിന് 45 ഡിഗ്രി ആംഗിൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എനിക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊന്നും ചെയ്യേണ്ട, ഈ മാഗ്നിറ്റ്യൂഡിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അതേ ആംഗിളിൽ, അതേ 45 ഡിഗ്രിയിൽ എനിക്ക് 10 ഇൻറ്റു 5 50 മീറ്റർ ഉള്ള ഒരു വെക്ടർ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു സ്കേലർ വെച്ച് ഒരു വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോമിലാണെന്നുണ്ടെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ കമ്പോണന്റും ആ വെക്ടർ കൊണ്ട് ആ സ്കേലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആൻഡ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഫോം ആണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് ഡിവിഷൻ വരുന്നത്. അപ്പോൾ ഇഫ് എ വെക്ടർ ഇസ് ഡിവൈഡഡ് ബൈ n then we get a divided by n എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ കമ്പോണന്റിനെയും എനിക്ക് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ x by ni പ്ലസ് y by n j പ്ലസ് z by n k, ഇതായിരിക്കും എനിക്ക് കിട്ടുന്ന റിസൾട്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ 20i പ്ലസ് 30k 0j ആണെന്ന് വിചാരിക്കാം കേട്ടോ, അതുകൊണ്ടാണ് ഈ j എഴുതാത്തത്. അപ്പോൾ 20i പ്ലസ് 30kനെ എനിക്ക് ഡിവൈഡഡ് ബൈ 10 ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, 2i, ഐനുള്ള കമ്പോണൻസിന് 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു, പ്ലസ് കെയിലുള്ള കമ്പോണൻസിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പോൾ 3k. ഇതായിരിക്കും എനിക്ക് കിട്ടുന്ന ആൻസർ. സെയിം വേ എനിക്ക് ഇത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോമിലാണ്. സെയിം വേ എനിക്ക് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഫോമിൽ വന്നു കഴിഞ്ഞാൽ 30 മീറ്റർ നീളമുള്ള 45 ഡിഗ്രിയിലുള്ള ഒരു വെക്ടറാണ്. ഇതിനെ എനിക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് അതേ ഡയറക്ഷനിൽ 30ക്ക് പകരം 3 മീറ്റർ നീളമുള്ള ഒരു വെക്ടർ ആയിരിക്കും കിട്ടുന്നത്. സിമ്പിളാണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റിലാണെങ്കിൽ ഇൻഡിവിജ്വൽ ഓരോ കമ്പോണന്റിനെയും n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഫോം ആണെങ്കിൽ ആ മാഗ്നിറ്റ്യൂഡിനെ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ആ റിയൽ നമ്പർ കൊണ്ട്. അതേപോലെ ഡിവിഷൻ ആണെന്നുണ്ടെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോമിലാണെങ്കിൽ ഓരോ കമ്പോണന്റിനെയും എനിക്ക് n കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഫോമിലാണെങ്കിൽ ആ മാഗ്നിറ്റ്യൂഡ് എന്താണോ അതിനെ എനിക്ക് n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, ആംഗിളിന് ചേഞ്ച് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ സ്കേലേഴ്സ് വെച്ച് വെക്ടേഴ്സിൽ എങ്ങനെ പല മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് വെക്ടേഴ്സും നോക്കാം. സ്കേലേഴ്സും വെക്ടേഴ്സും നോക്കി, സ്കേലേഴ്സ് നമുക്കറിയാം ആസ് യൂഷ്വൽ ആണ്, നമ്മുടെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ എങ്ങനെ ചെയ്യുന്നു അതേപോലെ തന്നെയാണ്. ഇനി വെക്ടേഴ്സും വരുവാണെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ആദ്യം വെക്ടർ അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ആഡിങ് 2 or more വെക്ടേഴ്സ് റിസൾട്ട് ഇൻ എ റിസൾട്ടന്റ് വെക്ടർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ടേം, റിസൾട്ടന്റ് വെക്ടർ. രണ്ടിൽ കൂടുതൽ വെക്ടേഴ്സോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ഒരു വെക്ടർ തന്നെ ആയിരിക്കും. ആ വെക്ടറിനെ ഞാൻ റിസൾട്ടന്റ് എന്ന് വിളിക്കും. ഓക്കെ, ആ കിട്ടുന്ന എഫക്റ്റീവ് വെക്ടർ അല്ലെങ്കിൽ ആ കിട്ടുന്ന ആൻസർ ഒരു വെക്ടർ തന്നെ ആയിരിക്കും. അതിനെ ഞാൻ റിസൾട്ടന്റ് വെക്ടർ എന്ന് വിളിക്കും. ഓക്കെ, ദിസ് പ്രൊഡ്യൂസസ് ദ സെയിം എഫക്ട് ആസ് ദി ഇൻഡിവിജ്വൽ വെക്ടേഴ്സ് പുട്ട് ടുഗദർ. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറയുകയാണ്, ഇവിടെ ഒരു കല്ലിരിക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ കല്ലിനെ ഞാനൊരു കയർ കെട്ടി, എന്നിട്ട് ഞാൻ ഇങ്ങോട്ടും വലിച്ചു അങ്ങോട്ടും വലിച്ചു. F1 ഫോഴ്സ് കൊണ്ടാണ് അങ്ങോട്ട് വലിക്കുന്നത്, ഇങ്ങോട്ടൊരു F2 ഫോഴ്സ് കൊണ്ടാണ്
അങ്ങോട്ട് വലിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ആവുകയാണ്, ഈ കല്ലിൽ ഇത് രണ്ടിൻ്റെ എഫക്റ്റ് ആഡ് ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു റിസൾട്ടൻറ്റ് വെക്റ്റർ കിട്ടി എന്ന് വിചാരിക്കാം. ആഡായി കിട്ടുന്ന റിസൾട്ടിനെയാണ് നമ്മൾ റിസൾട്ടൻറ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. അതിനെ ഞാൻ R എന്ന് വിളിക്കുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതായത് ഇതേ ഒരു കേസ്, ഈ കേസിന് അതായത് എനിക്കിവിടെ കിട്ടിയത് എങ്ങനെയാണ്, രണ്ട് F1 F2 അതിൻ്റെ കമ്പൈൻഡ് എഫക്റ്റായി എനിക്ക് ആ രണ്ട് ഫോഴ്സാണ് ഞാൻ അവിടെ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണ് ആദ്യത്തെ സിറ്റുവേഷൻ. ഇനി രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ വിചാരിക്കുക, ഇതേ കല്ലിനെ ഞാൻ F1 F2വിന് പകരം R വെച്ച് വലിക്കുവാണ്. R വാല്യൂ എന്താണോ, R എന്താണോ കിട്ടിയത് ആ ഫോഴ്സ് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് വലിക്കുവാണ്. ഈ രണ്ടും സെയിം ആയിരിക്കും എന്ന് പറഞ്ഞാൽ F1 F2വിൽ എനിക്ക് എന്ത് എഫക്റ്റ് ആണോ ഉണ്ടായത്, ഈ F1 F2 കാരണം മേ ബി ഇങ്ങോട്ട് കല്ല് നീങ്ങി എന്ന് വിചാരിക്കാം. അതിൻ്റെ റിസൾട്ടൻ്റ് വെച്ച് വലിച്ചു കഴിഞ്ഞാലും അതേ ഡയറക്ഷനിൽ അതേപോലെ കല്ല് നീങ്ങും. സെയിം എഫക്റ്റ് ആയിരിക്കും റിസൾട്ടൻറ്റിന് ഉണ്ടാവുന്നത്. അതായത് ഈ രണ്ട് ഫോഴ്സിനും എന്ത് എഫക്റ്റ് ഉണ്ടായിരുന്നോ അതേ എഫക്റ്റ് അതിൻ്റെ റിസൾട്ടൻ്റ് മാത്രം വെച്ച് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ആ ഓബ്ജക്റ്റിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം, ആഡിങ് 2 or more വെക്ടേഴ്സ് റിസൾട്ട് ഇൻ എ റിസൾട്ടൻറ്റ് വെക്ടർ. ഒരു റിസൾട്ടൻറ്റ് വെക്ടർ ഉണ്ടാക്കും വിച്ച് പ്രൊഡ്യൂസസ് ദ സെയിം എഫക്റ്റ് ആസ് ദി ഇൻഡിവിജ്വൽ വെക്ടേഴ്സ് പുട്ട് ടുഗെദർ. അതിൻ്റെ എഫക്റ്റ് എങ്ങനെയായിരിക്കും, ആ കിട്ടുന്ന റിസൾട്ടിൻ്റെ എഫക്റ്റ് ആ ഇൻഡിവിജ്വൽ വെക്ടേഴ്സ് ഉള്ളപ്പോൾ എന്ത് റിസൾട്ട് ആയിരുന്നോ അല്ലെങ്കിൽ എന്ത് എഫക്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നോ അതേ എഫക്റ്റ് റിസൾട്ടൻറ്റിനും ഉണ്ടാവും. ദിസ് പ്രോസസ് ഈസ് ഓൾസോ കോൾഡ് കോമ്പോസിഷൻ ഓഫ് വെക്ടേഴ്സ്. ഈ പരിപാടിയെ, ഈ ആഡ് ചെയ്യുന്ന പരിപാടിയെ നമ്മൾ കോമ്പോസിഷൻ ഓഫ് വെക്ടേഴ്സ് എന്നും പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ അത് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, കിട്ടുന്നത് എന്താണെന്ന് നമുക്കറിയാം. രണ്ട് വെക്ടേഴ്സ് ആഡ് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഒരു വെക്ടർ തന്നെയാണ്. ആ പരിപാടിയെ നമ്മൾ കോമ്പോസിഷൻ ഓഫ് വെക്ടേഴ്സ് എന്ന് പറയും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് എങ്ങനെ ചെയ്യും എന്നുള്ളത് നോക്കാം. ആദ്യം കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോം. ഇൻഡിവിജ്വൽ കമ്പോണൻസ് ആർ ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ്. ഓക്കെ, എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ആദ്യം ഒരു എക്സാമ്പിൾ നോക്കാം. ആഡ് ഓർ സബ്ട്രാക്ട്. എ വെക്ടർ തന്നിട്ടുണ്ട്, ബി വെക്ടർ തന്നിട്ടുണ്ട്. ഇത് കൂട്ടാനും കുറയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഞാൻ പറയുകയാണ് A+B പറയാൻ പോവാണ്. ഓക്കെ, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോമിൽ തന്നു കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ കമ്പോണൻറ്റിനെയും എനിക്ക് അങ്ങ് ആഡ് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ ഐയിലുള്ള സംഭവങ്ങളെല്ലാം എനിക്ക് ആഡ് ചെയ്താൽ മതി. ഐയിൽ എന്തൊക്കെയുള്ളത്, 3 ഉണ്ട്, ഇവിടെ 4i ഉണ്ട്. അപ്പോൾ 3 + 4 7i. 3 + 4i 7i പ്ലസ് ഇവിടെ 4j ഉണ്ട്, ഇവിടെ -8j ഉണ്ട്. അപ്പോൾ +4 -8, അപ്പോൾ -4j. ഇവിടെ -5k ഉണ്ട്, ഇവിടെ 11k ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ +6k. ഇതായിരിക്കും എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ കമ്പോണൻറ്റിലും എത്ര വാല്യൂ ഉണ്ടോ അതിനെ അങ്ങ് ആഡ് ചെയ്താൽ മതി. സബ്ട്രാക്ഷൻ ആണെങ്കിലോ A-B നമുക്ക് ചെയ്ത് നോക്കാം. A-B എങ്ങനെയായിരിക്കും വരുന്നത്? ആദ്യം എ വെക്റ്റർ ഐയിലുള്ള ആദ്യം നോക്കാം. 3 - 4. ഓക്കെ, ഇവിടെ 3 ആയിരുന്നു, നമ്മൾ -b ആണ് എടുക്കുന്നത്, അപ്പോൾ -4 ആണ്. ഓക്കെ, അപ്പോൾ 3 - 4 -i. ഓക്കെ, അടുത്ത് ഇവിടെ 4 ഉണ്ട്, 4j +8j. ഈ മൈനസ് ഇൻറ്റു മൈനസ് ആവും, അപ്പോൾ +i +8j, അപ്പോൾ 12j. ഇനി അടുത്ത് -5k, ഇവിടെ -11k. ഇത് പോസിറ്റീവ് ആണ്, പക്ഷേ -b ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. A-b ആണ് നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ അത് നെഗറ്റീവായി മാറി. അപ്പോൾ -5k -11k -16k. ഇങ്ങനെ ആയിരിക്കും എനിക്ക് വെക്ടർ അഡീഷൻ വരുന്നത്. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാർട്ടീഷ്യൻ ഫോമിൽ എനിക്ക് ഓരോ ഇൻഡിവിജ്വൽ സാധനങ്ങളെയും അങ്ങ് ആഡ് ചെയ്താൽ മതി. അതേപോലെ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യുവാണെങ്കിൽ ആ ഓരോ ഇൻഡിവിജ്വൽ കമ്പോണൻറ്റിനെയും എനിക്ക് സബ്ട്രാക്ട് ചെയ്താൽ മതിയായിരിക്കും. അങ്ങനെയായിരിക്കും നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോമിൽ ചെയ്യുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. പൊസിഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടേഴ്സ് എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ്, ഇതൊരു ഗ്രൗണ്ട് ആണെന്ന് വിചാരിക്കാം. ആ ഗ്രൗണ്ടിനെ ഞാൻ X ആക്സിസ് Y ആക്സിസ് കൊണ്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യുവാണ്. X ആക്സിസിലും പൊസിഷൻ ആണ്, Y ആക്സിസിലും പൊസിഷൻ ആണ്. എപ്പോഴും ഓർക്കുക, ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആക്സിസ് ടൈറ്റിൽ വരയ്ക്കാൻ മറക്കരുത്. ഓക്കെ, ആദ്യം ഞാൻ എയിൽ നിൽക്കുവാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, എയിൽ നിന്ന് കഴിഞ്ഞാൽ ലെറ്റ്സ് സേ ആ എയിൻ്റെ കോർഡിനേറ്റ്സ് പറഞ്ഞാൽ അതിൻ്റെ Y ആക്സിസിൽ Y1 ദൂരമുണ്ടെന്ന് വിചാരിക്കുക. X ആക്സിസിൽ ഞാൻ X1 ദൂരത്തിൽ നിൽക്കുവാണ്. ഓക്കെ, അപ്പോൾ ഈ OA എന്ന് പറഞ്ഞ എനിക്കൊരു വെക്ടർ വരയ്ക്കാം. അതായത് ഒറിജിനിൽ നിന്നും എ വരെ ഞാനൊരു വെക്ടറായി കാണിച്ചു കഴിഞ്ഞാൽ അത് OA വെക്ടറായി മാറി. ഈ വെക്ടർ എന്താണ്? പൊസിഷൻ വെക്ടറാണ്. ഞാൻ സഞ്ചരിച്ച ദൂരമൊന്നും അല്ല, എൻ്റെ പൊസിഷനെ ഞാനൊരു വെക്ടറായി കാണിക്കുന്നു. അതുകൊണ്ട് അതൊരു പൊസിഷൻ വെക്ടറാണ്. പൊസിഷൻ വെക്ടർ എന്താണ്? OA. OAനെ എനിക്ക് എങ്ങനെ പറയാം? എക്സിലുള്ള വാല്യൂ I ആയി പറയണം. അപ്പോൾ X1 × I പ്ലസ് വൈയിലുള്ള വാല്യൂ J ആയി പറയണം. അപ്പോൾ Y1 × J എന്നെനിക്ക് പറയാം. ഞാൻ അതിനുശേഷം എയിൽ നിന്നും ബിയിലോട്ട് നടന്നു പോയി എന്ന് വിചാരിക്കാം.
ബി ഇരിക്കുന്നത് വൈ ആക്സിസിൽ y2 ദൂരത്തിൽ നിൽക്കുവാണെന്ന് വിചാരിക്കാം, എക്സ് ആക്സിസിൽ x2 ദൂരത്തിൽ നിൽക്കുവാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതും ഒരു പൊസിഷൻ വെക്ടറാണ്. എന്താണ് പൊസിഷൻ വെക്ടർ? ഞാൻ വരയ്ക്കാൻ പോകുന്ന OB എന്ന് പറഞ്ഞ സാധനം. ഈ OBനെ എങ്ങനെ പറയാം? x2i, എക്സിലുള്ള സാധനം ഇൻറ്റു i പ്ലസ് y2, വൈയിലുള്ള സാധനം ഇൻറ്റു j. ഇനി ഞാൻ ഈ സഞ്ചരിച്ചത് ഇങ്ങോട്ടാണ്, എ മുതൽ ബി വരെ സഞ്ചരിച്ചു. അപ്പോൾ ബി വെക്റ്റർ മൈനസ് എ വെക്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ കിട്ടും. ഞാൻ സഞ്ചരിച്ച വെക്റ്റർ ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ എന്ന് പറയുന്നത് OB മൈനസ് OA ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു AB വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനെ എങ്ങനെ പറയാം? OB വെക്റ്റർ എന്ന് പറഞ്ഞാൽ x2i മൈനസ് x1i, ഐയിലുള്ള കമ്പോണൻസ് മൈനസ് ചെയ്ത് എഴുതണം. അപ്പോൾ x2 മൈനസ് x1 ഇൻറ്റു i പ്ലസ് വൈയിലുള്ള കമ്പോണൻസ് y2 മൈനസ് y1j, y2 മൈനസ് y1 ഇൻറ്റു j. ഇങ്ങനെ ആയിരിക്കും എനിക്ക് പൊസിഷൻ വെക്ടറിൽ നിന്നും ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോമിൽ ആദ്യം ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ എനിക്ക് ഇൻഡിവിജ്വൽ കമ്പോണൻസിനെ എനിക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്താലും മതി, സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. അങ്ങനെ സബ്ട്രാക്ട് ചെയ്താണ് രണ്ട് പൊസിഷൻ വെക്ടറിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ കേസ് ആണെങ്കിലോ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോം അല്ല, പകരം എനിക്ക് കിട്ടുന്നത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആംഗിൾ ഫോമിലാണ്. അങ്ങനെ ആണെങ്കിലോ എങ്ങനെ ചെയ്യാം അത് നമുക്ക് നോക്കാം. ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എഴുതിയെടുത്തോളാം, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓൾറൈറ്റ്, നിങ്ങൾ നോട്ട്സ് എഴുതിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോമിൽ വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ എങ്ങനെ അഡീഷൻ ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് സിമ്പിളാണ്. അതാത് കോർഡിനേറ്റിലുള്ള, അതായത് ഐ ആണെങ്കിൽ ഐയിലുള്ളതെല്ലാം നമ്മൾ ആഡ് ചെയ്യും, ജെ ആണെങ്കിൽ ജെയിലുള്ളതെല്ലാം ആഡ് ചെയ്യും, ആൻഡ് കെ ആണെങ്കിൽ കെയിലുള്ളതെല്ലാം ആഡ് ചെയ്യും. അതിനൊരു എക്സാമ്പിൾ ആയിട്ടായിരുന്നു നമ്മൾ പറഞ്ഞത് പൊസിഷൻ വെക്ടേഴ്സിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും എന്നുള്ള കാര്യം. ഇനി രണ്ടാമതൊരു മെത്തഡോളജി കൂടെ ഉണ്ട്, വെക്ടേഴ്സ് റെപ്രസെന്റ് ചെയ്യുക ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോം. ആ ഫോമിലും നമുക്ക് വെക്ടേഴ്സ് കിട്ടാം. അപ്പോൾ അങ്ങനെ രണ്ട് വെക്ടേഴ്സ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ അഡീഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് രണ്ട് ലോസ് ഉണ്ട്. അതിന് രണ്ടിനെയും നമ്മൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയും. ഒന്ന് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ, രണ്ടാമത് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഈ ലോ ഓഫ് വെക്ടർ അഡീഷൻ നിങ്ങൾ കേട്ടത് ഓർമ്മയുണ്ടോ? ഞാൻ ആദ്യത്തെ സെഷനിൽ പറഞ്ഞായിരുന്നു ഈ ലോ ഓഫ് വെക്ടർ അഡീഷൻ ഫോളോ ചെയ്യുന്ന രണ്ട് ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉണ്ട്. ഇത് ഫോളോ ചെയ്യുന്ന എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും നമ്മൾ വെക്ടേഴ്സ് എന്ന് പറയും. ഇത് ഫോളോ ചെയ്യാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ സ്കേലാസ് എന്ന് പറയും. അപ്പോൾ ആ ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് പ്രോബബ്ലി നിങ്ങളുടെ ഹോൾ +1 +2 സിലബസിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്താണെന്ന് നോക്കാം. ഇഫ് ടു vectors are represented both in magnitude and direction by the two sides of a triangle taken in the same order. രണ്ട് വെക്ടേഴ്സ് ഉണ്ട് എനിക്ക്, ലെറ്റ്സ് സേ എ ബി ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, ആ രണ്ട് വെക്ടേഴ്സിനെയും എനിക്ക് ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡായി റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയാൽ, എന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിൾ 3 സൈഡായിരിക്കും ഉള്ളത്. ആ 3 സൈഡിലെ രണ്ട് സൈഡായി ആ രണ്ട് വെക്ടേഴ്സിനെ എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എങ്ങനെയാണ് അത് വരേണ്ടത്? ടേക്കൺ ഇൻ ദ സെയിം ഓർഡർ. ഈ ഒരു പർട്ടിക്കുലർ പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഈ ടേക്കൺ ഇൻ ദ സെയിം ഓർഡർ? അതായത് ഒന്ന് തീരുന്ന സ്ഥലത്ത് മറ്റേ വെക്ടർ തുടങ്ങണം. അതാണ് ടേക്കൺ ഇൻ ദ സെയിം ഓർഡർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഈ വെക്ടേഴ്സിന് തന്നെ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എ ആദ്യം വരയ്ക്കുകയാണ്. ഓക്കെ, എ വരച്ചു. എ തീരുന്ന സ്ഥലത്ത്, എ തീരുന്ന പോയിന്റിൽ എനിക്ക് ബി വരയ്ക്കണം, ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്താൽ എനിക്കൊരു ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഇത് ഞാൻ വരച്ചത്? എ തുടങ്ങി എ തീരുന്ന പോയിന്റിൽ ബി വരച്ചു. അങ്ങനെ രണ്ട് സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ കൊണ്ട് ഈ വെക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ then the resultant is represented both in magnitude and direction by the third side of the triangle. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ കിട്ടുന്ന റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും റിസൾട്ട് കിട്ടുന്നത്? അതിന് നമ്മൾ റിസൾട്ടന്റ് എന്ന് പറയും. ഓക്കെ, അതിനെ എനിക്ക് തേർഡ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ കൊണ്ട് മാഗ്നിറ്റ്യൂഡ് ആയിട്ടും ഡയറക്ഷൻ ആയിട്ടും റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെയാ? ടേക്കൺ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നോക്കാം. ആദ്യം ഞാൻ എ ഇങ്ങോട്ട് വരച്ചു,
പിന്നെ ബി അങ്ങോട്ട് വരച്ചു. ഇനി താഴോട്ടാണ് വരയ്ക്കേണ്ടത്, കംപ്ലീറ്റ് ചെയ്യാൻ, ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴോട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നാച്ചുറലി ഈ സൈഡ് നമ്മൾ താഴോട്ടാണ് എടുക്കേണ്ടത്. പക്ഷേ റിസൾട്ടൻ്റ് എടുക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി ടേക്കൺ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് എൻ്റെ റിസൾട്ടൻറ്റ് ഇങ്ങനെ വരച്ചൊരു താഴോട്ടല്ല ആരോ ഇടേണ്ടത്, പകരം ഓപ്പോസിറ്റ് ഡയറക്ഷനായ മുകളിലോട്ടായിരിക്കും ആരോ ഇടേണ്ടത്. ഇതായിരിക്കും എൻ്റെ റിസൾട്ടൻറ്റ്. ഓക്കെ, തിരിച്ചു വരച്ചാലോ? ഇപ്പോൾ ഞാൻ അതായത് എന്റെ അറ്റത്ത് ബി വരച്ചു, പകരം ബിന്റെ അറ്റത്താണ് എ വരയ്ക്കുന്നതെന്നുണ്ടെങ്കിലോ? ശ്രദ്ധിക്കാം, ആദ്യം ബി ഇങ്ങനെ വരച്ചു, എന്നിട്ട് അതിൻ്റെ അറ്റത്ത് നിന്നും ഞാൻ എ വരയ്ക്കുന്നു. ഇത് എ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്ലോസിംഗ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ആദ്യം ഇങ്ങോട്ട് പോയി, പിന്നെ അങ്ങോട്ട് പോയി. ഓക്കെ, സോ ഇനി താഴോട്ടായിരുന്നു വരേണ്ടത്, പക്ഷെ മൂന്നാമത്തെ സൈഡ് ഓപ്പോസിറ്റ് ആയി എടുക്കണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് റിസൾട്ടൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതായിരിക്കും എൻ്റെ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ. എങ്ങനെ നോക്കിയാലും റിസൾട്ടൻറ്റ് അതേ ഡയറക്ഷനിലാണ്. നേരത്തെയുള്ള റിസൾട്ട് എന്റെ അറ്റത്ത് ബി വരച്ചാലും ബിന്റെ അറ്റത്ത് എ വരച്ചാലും എനിക്ക് റിസൾട്ടൻറ്റ് ഒരേ ഡയറക്ഷനിലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിം തന്നെയായിരിക്കും. ഇതെങ്ങനെ ഓർക്കേണ്ടതെന്ന് അറിയോ? വളരെ സിമ്പിളായും വളരെ ക്ലാസിക്കായ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നോക്കാം, ഞാൻ ഇവിടെ നിന്ന് തുടങ്ങുന്നു എന്ന് വിചാരിക്കാം. ഇത് എൻ്റെ പോയിന്റാണ് തുടങ്ങുന്നത് എന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ ട്രിവാൻഡ്രത്താണ്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നും ആദ്യം പത്തനംതിട്ട വരെ പോയി. ഇത് പത്തനംതിട്ടയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അതിനുശേഷം അവിടെ നിന്നും ഞാൻ എറണാകുളം വരെ പോയി, കൊച്ചി വരെ പോയി. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ്ലി ഞാൻ ആദ്യം ട്രിവാൻഡ്രത്ത് നിന്നും പത്തനംതിട്ട വരെ പോയി, പിന്നെ പത്തനംതിട്ടയിൽ നിന്നും കൊച്ചി വരെ പോയി. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ അവസാനം ഞാൻ എത്തിയത് ട്രിവാൻഡ്രത്ത് നിന്നും കൊച്ചിയിലോട്ടാണ് എത്തിയത്. അങ്ങനെ എനിക്ക് ലോ ഓഫ് എക്സ്ട്രാഡിഷൻ ഓർത്താൽ മതി. ഇതാണ് വളരെ സിമ്പിൾ മെത്തേഡ് ഇത് ഓർക്കാനായിട്ട്. അപ്പോൾ രണ്ട് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ എടുക്കണം, മൂന്നാമത്തെ സൈഡ് താഴോട്ടല്ല, പകരം മുകളിലോട്ടാണ്. എഫക്റ്റീവ്ലി നമ്മൾ എവിടെ എത്തി എന്നുള്ളതായിരുന്നു നമ്മുടെ റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഈ കേസിൽ R = A + B ആയിരിക്കും. ആ കിട്ടുന്നതായിരിക്കും അവിടുത്തെ റിസൾട്ടൻറ്റ്. ഇതിനെയാണ് ട്രയാങ്കിൾ ലോ ഓഫ് എക്സ്ട്രാഡിഷൻ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി ഞാൻ വായിച്ചുതരാം. ഇഫ് ടു വെക്ടേഴ്സ് ക്യാൻ ബി റെപ്രസെന്റഡ് ബോത്ത് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ദ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ടേക്കൺ ഇൻ ദ സെയിം ഓർഡർ. വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ട് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു, ബോത്ത് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ദാറ്റ് ഷുഡ് ബി ടേക്കൺ ഇൻ ദ സെയിം ഓർഡർ. ഒന്ന് തീരുന്ന സ്ഥലത്ത് മറ്റത് തുടങ്ങണം. തിരിച്ച് വരച്ചു കഴിഞ്ഞാൽ തെറ്റാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ എ ഇങ്ങനെ വരച്ചു, എന്നിട്ട് അവിടെ നിന്ന് തന്നെ തുടങ്ങുന്ന ബി ഇങ്ങനെ വരച്ചു. ഇങ്ങനെ എ ബി വരച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അങ്ങനെയല്ല വരയ്ക്കേണ്ടത്. ട്രയാങ്കിൾ ലോ ഓഫ് എക്സ്ട്രാഡിഷൻ എടുക്കുമ്പോൾ എപ്പോഴും ഒന്ന് തീരുന്ന സ്ഥലത്ത് മറ്റത് തുടങ്ങണം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ദ റിസൾട്ടൻറ്റ് ഈസ് റെപ്രസെന്റഡ് ബോത്ത് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ദ തേർഡ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ. മൂന്നാമത്തെ സൈഡ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെയാണ്? നാച്ചുറലി നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി പിന്നെ താഴോട്ടായിരുന്നു വരേണ്ടത്, പക്ഷേ ടേക്കൺ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷനായി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് റിസൾട്ടൻറ്റ് കിട്ടും. വളരെ സിമ്പിളായി ഈ എക്സാമ്പിൾ ഓർത്താൽ മതി. ഇനി നമുക്ക് പാരലോഗ്രാം ലോ ഓഫ് എക്സ്ട്രാഡിഷനോട്ട് വരാം. If two vectors are represented both in magnitude and direction by two adjacent sides of a parallelogram. Okay, രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ഒരിക്കൽ കൂടി എ വെക്ടർ ഉണ്ട്, ബി വെക്ടർ ഉണ്ട്. ആ രണ്ട് വെക്ടേഴ്സിനെയും എനിക്ക് മാഗ്നിറ്റ്യൂഡിലും ഡയറക്ഷനിലും രണ്ട് അഡ്ജസന്റ് സൈഡ് ഓഫ് എ പാരലോഗ്രാം. എന്താണ് പാരലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ശ്രദ്ധിക്കുക, ഒരു ബോക്സ് ഷേപ്പിലാണ് വരുന്നത്. 4 സൈഡ്സ് ഉള്ള ഒരു ഫിഗർ ആണ് പാരലോഗ്രാം. താഴെയുള്ള സൈഡും മുകളിലുള്ള സൈഡും ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലുള്ള റൈറ്റ് സൈഡിലുള്ള സൈഡ് ഇത് രണ്ടും പാരലായിരിക്കും, ഇത് രണ്ടും പാരലായിരിക്കും. അതിനാണ് നമ്മൾ പാരലോഗ്രാം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു പാരലോഗ്രാമിന്റെ രണ്ട് സൈഡിൽ ഈ എയും ബിയും കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയാൽ എങ്ങനെയാ റെപ്രസെന്റേഷൻ വരുന്നത്? ഡ്രോൺ ഫ്രം എ കോമൺ പോയിന്റ്. ഒരു കോമൺ പോയിന്റിൽ തുടങ്ങുന്നു. നേരത്തെ എങ്ങനെയായിരുന്നു വരച്ച? ട്രയാങ്കിൾ ലോയിൽ വരുമ്പോൾ ഒന്ന് തീരുന്ന സ്ഥലത്ത് മറ്റത് തുടങ്ങണമായിരുന്നു. പാരലോഗ്രാം ലോ വരുമ്പോൾ രണ്ടും ഒരേ സ്ഥലത്ത് നിന്ന് തുടങ്ങണം. വളരെ ഇമ്പോർട്ടൻ്റ്. അതാണ് ട്രയാങ്കിൾ ലോയിലും പാരലോഗ്രാം ലോയിലും വ്യത്യാസം. പലപ്പോഴും പ്രോബ്ലം വരുമ്പോൾ ട്രയാങ്കിൾ ലോ അപ്ലൈ ചെയ്യണോ അതോ പാരലോഗ്രാം ലോ അപ്ലൈ ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ട ഇത്രയും ഓർത്താൽ മതി. ഒന്ന് തീരുന്ന സ്ഥലത്ത് മറ്റത് തുടങ്ങി കഴിഞ്ഞാൽ ട്രയാങ്കിൾ ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. രണ്ടും ഒരേ സ്ഥലത്ത് നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, കോ ഇനീഷ്യൽ വെക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് പാരലോഗ്രാം ലോ ഓഫ് എക്സ്ട്രാഡിഷൻ ഉപയോഗിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഒരു കോമൺ പോയിന്റിൽ തുടങ്ങുന്ന ആയിട്ടുള്ള രണ്ട് വെക്ടേഴ്സ് വരച്ചു, ഒരു പാരലോഗ്രാമിനെ രണ്ട് സൈഡ് അതിനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ then the resultant is represented by the diagonal of the parallelogram passing through that point. അങ്ങനെയാണെങ്കിൽ ഈ പാരലോഗ്രാമിന് രണ്ട് ഡയഗണൽ ഉണ്ട്. ഇങ്ങനെ ഒരു ഡയഗണൽ പോവും, ഇങ്ങനെ ഒരു ഡയഗണൽ പോവും. എനിക്ക് ഏത് ഡയഗണലാണ് വേണ്ടത്? ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഡയഗണൽ, അതായത് ഇങ്ങനെ പോകുന്ന ഡയഗണലായിരിക്കും ഇതിന്റെ റിസൾട്ടന്റ്. R എന്ന് വേണമെങ്കിൽ എനിക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി R = A + B
എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ എന്ന് പറയാം. അപ്പോൾ ഈ രണ്ട് ലോസ് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഫോം വരുമ്പോഴാണ്. അപ്പോൾ കാർട്ടീഷ്യൻ ഫോം എനിക്ക് അറിയത്തില്ല, പകരം നമുക്കുള്ളത് വെക്ടേഴ്സിനെ ഇങ്ങനെ വരച്ചായിരിക്കും കാണിക്കും, മിക്കവാറും ഗ്രാഫിക്കലി വരച്ചായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഗ്രാഫിക്കലി വരച്ച് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് റിസൾട്ടന്റ് കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷനോ അല്ലെങ്കിൽ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷനോ ഉപയോഗിച്ചാൽ മതി. ട്രയാങ്കിൾ ലോ പറയുന്നത് എന്താണ്? രണ്ട് സൈഡ് ഓഫ് എ ട്രയാങ്കിളിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൊണ്ട് രണ്ട് വെക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയാൽ എങ്ങനെയാ? ഒന്ന് തീരുന്ന സ്ഥലത്ത് മറ്റത് തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സൈഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എടുക്കുന്നതായിരിക്കും എൻ്റെ റിസൾട്ടന്റ്. പാരലോഗ്രാം ലോ ആണെങ്കിൽ എങ്ങനെയാ പറയുന്നത്? രണ്ട് വെക്ടേഴ്സ് രണ്ട് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. എങ്ങനെയാ? രണ്ടിൻ്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡയഗണൽ, ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഡയഗണലായിരിക്കും അതിൻ്റെ റിസൾട്ടന്റ്. അങ്ങനെയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ വെക്ടേഴ്സ് ഉണ്ടെങ്കിലോ എങ്ങനെ ആഡ് ചെയ്യാം? ആദ്യം ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ഇങ്ങനെ പറയുവാണ്, 3 വെക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിൻ്റെ റിസൾട്ടന്റ് എങ്ങനെ എടുക്കും? എ ബി സി ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ കേസിൽ എങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് ഒന്നെങ്കിൽ എയും ബിയും കൂടെ ഞാൻ എടുക്കുവാണ്. ഓക്കെ, എയും ബിയും മാത്രം കണക്കാക്കുക, സി ഇല്ലാതാക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിനെ പാരലോഗ്രാം ലോ വെച്ചിട്ട് അതിൻ്റെ ഡയഗണലിൽ എനിക്കൊരു റിസൾട്ടന്റ് കിട്ടും, ആർ. എന്നിട്ട് ഈ ആറും സിയും കൂടെ ഒരിക്കൽ കൂടെ റിസൾട്ടന്റ് എടുക്കുക. അപ്പോൾ എനിക്ക് മറ്റൊരു റിസൾട്ടന്റ് കിട്ടും, അത് R2 എന്ന് വിചാരിക്കും. അതായിരിക്കും എൻ്റെ റിസൾട്ടന്റ്. 4 വെക്ടേഴ്സ് ഉണ്ടെങ്കിലോ, ലെറ്റ്സ് സേ എ ബി സി ഡി, ഇങ്ങനെ 4 വെക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യം മേ ബി ഞാൻ ഡിയും സിയും തമ്മിലുള്ളൊരു റിസൾട്ടന്റ് കണ്ടുപിടിക്കും. എന്താണ്? പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ ഉണ്ട്. അപ്പോൾ എനിക്കൊരു R1 കിട്ടി. ഈ R1ഉം ബിയും തമ്മിലുള്ള ഒരു വെക്ടർ ഒരു റിസൾട്ടന്റ് കണ്ടുപിടിക്കും. അപ്പോൾ എനിക്ക് R2 കിട്ടി. ഈ R2ഉം എയും കൂടെയുള്ള റിസൾട്ടന്റ് നമ്മൾ കണ്ടുപിടിക്കും. അങ്ങനെ എനിക്ക് ഫൈനൽ റിസൾട്ടന്റ് ആയ R3 കിട്ടും. ഇങ്ങനെ എത്ര വെക്ടേഴ്സ് തന്നു കഴിഞ്ഞാലും നമുക്ക് ഫൈനലി അതിൻ്റെ റിസൾട്ടന്റ് ഇങ്ങനെ ആഡ് ചെയ്ത് നമുക്ക് റിസൾട്ടന്റ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? രണ്ട് വെക്ടേഴ്സായി റിസോൾവ് ചെയ്ത് ഒന്നെങ്കിൽ ട്രയാങ്കിൾ ലോ അല്ലെങ്കിൽ പാരലോഗ്രാം ലോ വെച്ചിട്ട് റിസൾട്ടന്റ് എടുത്തെടുത്ത് നമുക്ക് അതിനെയെല്ലാം ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ട്രയാങ്കിൾ ലോയും പാരലോഗ്രാം ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ഇതാണ്: എ 800 മീറ്റർ വൈഡ് റിവർ ഫ്ലോസ് അറ്റ് 5 km/h. ഒരു റിവർ ഉണ്ട്, അതിൻ്റെ വീതി 800 മീറ്റർ ആണ് അല്ലെങ്കിൽ 0.8 കിലോമീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 0.8 കിലോമീറ്റർ. ഞാൻ കിലോമീറ്ററിൽ തന്നെ എഴുതാൻ കാരണം അതിന് തൊട്ടടുത്ത് km/h തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ കിലോമീറ്ററിൽ എഴുതുന്നു. 0.8 കിലോമീറ്റർ ആണ് ഇതിൻ്റെ വീതി. ഓക്കെ, എ സ്വിമ്മർ ഹു ക്യാൻ സ്വിം അറ്റ് 10 km/h ഇൻ സ്റ്റിൽ വാട്ടർ വാണ്ട്സ് ടു ക്രോസ് ദ റിവർ. ഒരു നീന്തൽക്കാരനുണ്ട്, ആ നീന്തൽക്കാരന് 10 km/h നീന്താൻ കഴിയും. എപ്പോഴാ? സ്റ്റിൽ വാട്ടറിൽ, വെറുതെ ചലനം ഇല്ലാതിരിക്കുന്ന വാട്ടറിൽ അയാൾക്ക് 10 km/h അയാൾക്ക് നീന്താൻ കഴിയും. ഓക്കെ, അയാൾക്ക് ഈ റിവർ ക്രോസ് ചെയ്യണം. റിവർ എത്ര സ്പീഡിലാണ് പോകുന്നത്? ഒരിക്കൽ കൂടി, റിവർ പോകുന്ന സ്പീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ സെന്റൻസിൽ പറഞ്ഞിട്ടുണ്ട് 5 km/h റിവർ പോകുന്നത്. ഓക്കെ, ഇനി ഇയാൾ പോകുന്നത് 10 km/h ആണ്. ഇയാൾക്ക് റിവർ ക്രോസ് ചെയ്യണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഹി മസ്റ്റ് സ്വിം? എപ്പോഴും ഓർക്കുക, അയാൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ, മറികടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ തന്നെ മറികടക്കാൻ ശ്രമിക്കും. അപ്പോൾ അയാൾക്ക് നേരെയാണ് പോകേണ്ടത്, ഈ പാത്തിലാണ് അയാൾക്ക് പോവേണ്ടത്. ഞാൻ ഈ ബ്ലാക്കിൽ വരച്ചിരിക്കുന്ന പാത്തിലാണ് അയാൾക്ക് പോകേണ്ടത്. പക്ഷെ എപ്പോഴും ഓർക്കുക, അയാൾ അങ്ങോട്ട് സ്വിം ചെയ്ത് കഴിഞ്ഞാൽ, അയാൾ അങ്ങോട്ട് നേരെ പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇങ്ങോട്ട് ഫ്ലോ ഉണ്ട്. അപ്പോൾ എഫക്റ്റീവ്ലി അതിൻ്റെ റിസൾട്ടന്റിലായിരിക്കും അയാൾ പോകുന്നത്, ഇങ്ങനെ ആയിരിക്കും അയാൾ പോകുന്നത്. ശരിയാണോ? ഇവിടെ 5 km/h ഉണ്ട് ഈ ഫ്ലോ, ഓൾറെഡി റിവറിന്റെ ഫ്ലോ. അയാൾ നേരെ പോയി കഴിഞ്ഞാൽ എഫക്റ്റീവ്ലി അയാൾ പോകുന്നത് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ അയാൾ നേരെ അല്ല പോകേണ്ടത്, പകരം അയാൾ കുറച്ച് ഇങ്ങോട്ട് പോയാൽ മാത്രമേ, അയാൾക്ക് നേരെ നീന്തണം എന്നുണ്ടെങ്കിലും അയാൾ പോവേണ്ടത് കുറച്ച് ഇങ്ങോട്ടായിരിക്കണം. ഈ ഒരു പാത്തിലായിരിക്കണം അയാൾ പോകേണ്ടത്. കാരണം എന്താ? ഓൾറെഡി ഇവിടെ ഒരു 5 km/h അങ്ങോട്ടുണ്ട്. അപ്പോൾ ഇയാൾ ഇങ്ങോട്ട് കുറച്ച് ലെഫ്റ്റിലോട്ട് നീന്തിയാലേ എഫക്റ്റീവ്ലി റിസൾട്ടന്റ് ഈ നേരെയുള്ള പാത്തിൽ വരത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഈ തീറ്റ എത്രയാണ്, ഇത് എത്ര ആംഗിളിൽ അയാൾ പോകണം, അല്ലെങ്കിൽ ആ ഡയറക്ഷൻ എത്രയാണ്, എന്ത് ഡയറക്ഷനിൽ അയാൾ നീന്തണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അയാൾ പോകുന്നത് ഈ ഡയറക്ഷനിലാണ്. എത്രയാളുടെ സ്പീഡ്? 10 km/h ആണ്. ഓക്കെ, ഇനി ചോദിച്ചിട്ടുള്ള എന്താണ്? ആദ്യം വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഹി മസ്റ്റ് സ്വിം. നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഞാൻ പറഞ്ഞു, എനിക്ക് ട്രയാങ്കിൾ ലോ അല്ലെങ്കിൽ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ ചെയ്താലേ എനിക്ക് ഇതിന്റെ റിസൾട്ടന്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ട്രയാങ്കിൾ ലോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് വേണം? ഈ വെക്ടറിനെ, രണ്ട് വെക്ടേഴ്സിനെയും ഒരു വെക്ടർ തീരുന്ന സ്ഥലത്ത് മറ്റേ വെക്ടർ തുടങ്ങണം. അതാണ് പറഞ്ഞത്.
represented both in magnitude and direction by two sides of the triangle. രണ്ട് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ആയി റെപ്രസെന്റ് ചെയ്യണം. എങ്ങനെയാണ്? ടേക്കൺ ഇൻ ദ സെയിം ഓർഡർ. അപ്പോൾ ഒന്ന് തീരുന്ന സ്ഥലത്ത് മറ്റൊന്ന് തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് 5 km/h ഞാൻ ഈ അറ്റത്ത് വരയ്ക്കണം. ഈ 10 km/h തീരുന്ന സ്ഥലത്ത് ഞാൻ വരയ്ക്കണം. അങ്ങനെ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, ഇവിടെ വരച്ചു. ഇത് 5 km/h ആണ്. ഓക്കെ, അപ്പോൾ എനിക്കൊരു ട്രയാങ്കിൾ കിട്ടി. ആ ട്രയാങ്കിളിനെ ഞാൻ OAB എന്ന് വിളിക്കുവാണെന്ന് വിചാരിക്കാം. ഓക്കെ, രണ്ട് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ അറിയാം, എനിക്ക് തീറ്റ കണ്ടുപിടിക്കണം. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. കാരണം എന്താ? നദി ഒഴുകുന്നത് ഇങ്ങനെയാണ് ഒഴുകുന്നത്, അയാൾക്ക് നേരെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതും 90 ഡിഗ്രി. അപ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ട്രയാങ്കിൾ OAB ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. ഓക്കെ, റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയാം? ആദ്യം OA എന്ന് പറയുന്നത് ഈ സൈഡ്, അത് ഹൈപ്പോട്ടിന്യൂസ് ആണ്. ഹൈപ്പോട്ടിന്യൂസ് എത്രയാണ്? 10 km/h. ഓക്കെ, അടുത്തത് AB എന്ന് പറയുന്നത് ആ ആംഗിൾ ഇരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ്. അപ്പൊ അതിന് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയാം. അത് 5 km/h ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞ സൈൻ തീറ്റയാണ്. സൈൻ തീറ്റ എനിക്ക് എന്ത് പറയാം? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB ഡിവൈഡഡ് ബൈ OA അല്ലെ? ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞ AB, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞ OA എന്ന് പറഞ്ഞാൽ 5/10 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 1/2 സൈൻ തീറ്റ 1/2 ആണെങ്കിൽ 10th നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, തീറ്റ 30 ഡിഗ്രി ആണ്. അപ്പോൾ അയാൾ നേരെ അല്ല സ്വിം ചെയ്യേണ്ടത്, പകരം ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് ഇടത്തോട്ട് തിരിഞ്ഞാണ് സ്വിം ചെയ്യേണ്ടത്. എത്രയാണ് ഇടത്തോട്ട് തിരിയേണ്ടത്? 30 ഡിഗ്രി ഇടത്തോട്ട് തിരിഞ്ഞാണ് അയാൾ സ്വിം ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടി. വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഹി മസ്റ്റ് സ്വിം? 30 ഡിഗ്രി ടു ദ നോർമൽ എന്ന് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ അയാൾ എന്താണോ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് ഏതാണോ അതിന് വെച്ച് നോക്കുമ്പോൾ 30 ഡിഗ്രി ചരിഞ്ഞായിരിക്കണം അയാൾ പോകേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഷുഡ് ബി ഹിസ് റിസൾട്ടന്റ് വെലോസിറ്റി? അയാൾ അങ്ങനെ നീന്തി കഴിഞ്ഞാൽ അയാൾക്ക് എത്ര റിസൾട്ടന്റ് വെലോസിറ്റി ഉണ്ടാവും? റിസൾട്ടന്റ് വെലോസിറ്റി ഇവിടെ എന്താണ്? OB ആണ് അല്ലെ? അയാൾ പോകുന്നത്, അതായത് അയാൾ ഇങ്ങോട്ട് നീന്തി കഴിഞ്ഞാൽ റിസൾട്ടന്റ് അയാൾ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നേരത്തെ ട്രയാങ്കിൾ ലോ ഓഫ് എക്സ്ട്രാഡിഷനും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ആയി രണ്ട് വെക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ വെക്ടർ ടേക്കൺ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും അതിന്റെ റിസൾട്ടന്റ്. അപ്പോൾ OB ആണ് ഇവിടുത്തെ റിസൾട്ടന്റ്. OB എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് ബൈ പൈത്തഗോറസ് തിയറം അറിയാം. ട്രയാങ്കിൾ OAB ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ എനിക്ക് OA² മൈനസ് AB² എന്ന് പറയുന്നത് OB² ആണ്. അപ്പോൾ OBനെ എനിക്ക് √OA² മൈനസ് AB² എന്ന് എഴുതാം. ഓക്കെ, പൈതഗോറസ് തിയറം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ എത്രയാണ്? √OA² എന്ന് പറയുന്നത് 10² 100 മൈനസ് 25 എന്ന് പറയുന്നത് √75 ആണ്. ഇതായിരിക്കും അയാളുടെ സ്പീഡ്. √75 km/h എഴുതാൻ മറക്കരുത്. എഴുതിയില്ലെങ്കിൽ വട്ടപൂജയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മച്ച് ടൈം വിൽ ഹി ടേക്ക്? എത്ര സമയം എടുക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ദൂരം അറിയാം, ഡിസ്റ്റൻസ് അറിയാം, 800 മീറ്റർ അല്ലെങ്കിൽ 0.8 കിലോമീറ്റർ ആണെന്ന് അറിയാം. സ്പീഡ് അറിയാം, സ്പീഡ് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, √75 km/h ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ടൈം കണ്ടുപിടിക്കാമോ? എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 0.8 ഡിവൈഡഡ് ബൈ √75. ഇത്ര ഹവർ കൊണ്ടായിരിക്കും. എങ്ങനെ ഹവർ എന്ന് പറഞ്ഞാൽ മനസ്സിലായത്? ഇവിടെ കിലോമീറ്റർ ആണ്, ഇവിടെ km/h ആണ്. അപ്പൊ കിലോമീറ്റർ ഡിവൈഡഡ് ബൈ km/h എന്ന് പറഞ്ഞാൽ അവർ ആയിരിക്കും കിട്ടുന്നത്. അത്ര അവർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കാൽക്കുലേറ്റർ അടിച്ചു നോക്കാം, നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഓൾറൈറ്റ്, നിങ്ങൾക്ക് ഇന്ന് എടുത്ത സെഷനിൽ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം നമ്മൾ വെക്ടേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞത്. കോപ്ലേനാർ, കോഇനീഷ്യൽ, കോലീനിയർ വെക്ടേഴ്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മൾ പഠിച്ചത്. ആദ്യം നമ്മൾ വെക്ടേഴ്സും സ്കേലാസും തമ്മിൽ, അല്ലെങ്കിൽ വെക്ടേഴ്സും റിയൽ നമ്പേഴ്സും തമ്മിൽ എങ്ങനെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ കാര്യം അഡിഷൻ പറ്റത്തില്ല, രണ്ടാമത് സബ്ട്രാക്ഷനും പറ്റത്തില്ല. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ആണെങ്കിൽ വെറുതെ ആ ഓരോ ഇൻഡിവിജ്വൽ കമ്പോണന്റ്, കാർട്ടീഷ്യൻ ഫോം ആണെങ്കിൽ ഇൻഡിവിജ്വൽ കമ്പോണന്റിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, മറ്റേ ഫോം ആണെങ്കിലും എന്താണോ മാഗ്നിറ്റ്യൂഡ് അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതിനുശേഷം
വെക്ടേഴ്സും തമ്മിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ നോക്കിയായിരുന്നു. അതിൽ ആദ്യം കാർട്ടീഷ്യൻ ഫോം ആണെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ വെക്ടേഴ്സിന്, അതായത് ഐ വെക്ടർ ആണെങ്കിൽ ഐയിലുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് എഴുതിയാൽ മതി, ജെ വെക്ടർ ആണെങ്കിൽ ജെയിലുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്താൽ മതി, കെ ആണെങ്കിൽ കെയിലുള്ള വെക്ടർ എല്ലാം ആഡ് ചെയ്താൽ മതി. സബ്ട്രാക്ഷനും സെയിം തന്നെയാണ്. ഐ ആണെങ്കിൽ ഐയിലുള്ള കാര്യങ്ങളെല്ലാം സബ്സ്ട്രാക്ട് ചെയ്താൽ മതി, ജെ ആണെങ്കിൽ ജെയിലുള്ള കാര്യങ്ങളെല്ലാം സബ്സ്ട്രാക്ട് ചെയ്താൽ മതി, ആൻഡ് കെ ആണെങ്കിൽ കെയിലുള്ള കാര്യങ്ങളെല്ലാം സബ്ട്രാക്ട് ചെയ്താൽ മതി. പിന്നെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഫോമിൽ രണ്ട് വെക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിന്റെ റിസൾട്ട് കണ്ടുപിടിക്കാം എന്നുള്ളതിൽ രണ്ട് മെത്തേഡ് നമ്മൾ പഠിച്ചു, രണ്ട് ലോസ് നമ്മൾ പഠിച്ചു. ഒന്ന് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ ആൻഡ് രണ്ടാമത്തെ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ. ട്രയാങ്കിൾ ലോ പറയുന്നത് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് കൊണ്ട് നമുക്ക് രണ്ട് വെക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയാൽ എങ്ങനെയാ, ഒന്ന് തീരുന്ന സ്ഥലത്ത് മറ്റത് തുടങ്ങണം, അങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയാൽ മൂന്നാമത്തെ സൈഡ് ടേക്കൺ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും റിസൾട്ടന്റ്. അതിന് ഈ എക്സാമ്പിൾ ഓർത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രിവാൻഡ്രത്ത് നിന്ന് നിങ്ങൾ പത്തനംതിട്ട പോയി, പത്തനംതിട്ടയിൽ നിന്നും കൊച്ചി പോയി. അപ്പോൾ എഫക്റ്റീവ്ലി നിങ്ങൾ പോയത് ട്രിവാൻഡ്രത്ത് നിന്നും കൊച്ചിയിലോട്ടാണ്. കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രത്തോട്ടല്ല, പകരം ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചിയിലോട്ടാണ്. അത് വളരെ ആ എക്സാമ്പിൾ തന്നെ എനിക്ക് പലപ്പോഴും ആ എക്സാമ്പിൾ ഓർക്കുമ്പോൾ ഇത് മനസ്സിലാവാറുണ്ട്. രണ്ടാമത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ നമ്മൾ പറഞ്ഞത് രണ്ട് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാമിൽ നമുക്ക് രണ്ട് വെക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയാൽ എങ്ങനെയാ, അവയുടെ രണ്ടിന്റെയും ഒറിജിൻ പോയിന്റ് സെയിം ആവണം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡയഗണൽ കൊണ്ട് എനിക്ക് റിസൾട്ടന്റ് കിട്ടും. ഇത് രണ്ടെന്നല്ല, രണ്ടിൽ കൂടുതൽ വെക്ടേഴ്സ് ഉണ്ടെങ്കിലും, ഇപ്പോൾ എ ബി സി എന്നുണ്ടെങ്കിലും ആദ്യം എ ബിനെ റിസൾട്ടന്റ് കണ്ടുപിടിക്കുക, പിന്നെ ആ റിസൾട്ടന്റെയും സിനെയും ചെയ്യുക. 4 വെക്ടേഴ്സ് ആണെങ്കിൽ അങ്ങനെ റിസൾട്ടന്റ് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് റിസോൾവ് ചെയ്ത് നിങ്ങൾക്ക് ഫൈനൽ ആൻസറിൽ എത്താവുന്നതാണ്. എന്നിട്ട് നമ്മളൊരു പ്രോബ്ലം നോക്കി. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ദയവേത് അത് കമൻസിൽ എഴുതുക. ഞാൻ നിങ്ങളുടെ കമൻസ് വായിക്കാം, ഞാൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. അതേപോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോട്ട്സ് എഴുതിയെടുത്തോളാം. വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.